ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രവിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അച്ഛാ, എനിക്ക് അവരെ കാണേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അച്ഛനും ദേഷ്യം വരും. അവരെന്തൊക്കെ അനാവശ്യങ്ങളാണ് പറഞ്ഞതെന്ന് അറിയാവോ, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സകല കാര്യങ്ങളും പറയും. ഇത് കേട്ട് നിന്ന് നമ്മുടെ ഈ രവിയുടെ കൂട്ടുകാരൻ ഭയങ്കര അരിശം വരിക. അരിശം വന്നിട്ട് പറയണം, ആഹാ അവൻ അങ്ങനെ പറഞ്ഞല്ലേ, എങ്കിലും അവനെ ശരിയാക്കണമല്ലോ സച്ചി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ കണ്ടോ, അശോകൻ അങ്കിൾക്കും ദേഷ്യം വന്നത് കണ്ടില്ലേ, അപ്പം നമുക്ക് അവരെ ശരിയാക്കണ്ടേ. ഇത് കേട്ട രവിയാണെങ്കിൽ വേണ്ട മോനെ വേണ്ട, വിട്ട് കളഞ്ഞേര്. അവരെന്തെങ്കിലും അനാവശ്യമാണെങ്കിൽ പറയട്ടെ, നീ കണക്കിന് അവർക്ക് മറുപടി കൊടുത്തായിരുന്നല്ലോ, ഇനിയും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവർ നിന്നെ വിളിക്കുന്നത് പ്രശ്നത്തിന് വേണ്ടി തന്നെയാണ്. ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ആ കല്യാണം മുന്നിട്ട് തന്നെ നടത്തണം. അതിലിനി യാതൊരു തടസ്സവും വരാനായിട്ട് പാടില്ല എന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ശരി, അച്ഛൻ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. നീ ചെല്ലട സച്ചി, നീ വേറെ വല്ല പണിയുണ്ടാന്ന് നോക്ക്. ശരി അച്ഛാ, എന്നാലും എനിക്കൊന്ന് കാണണം. പക്ഷേ നമ്മുടെ സച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്കാണെങ്കിൽ ആകെ പേടി. രേവതിയാണെങ്കിൽ ഈ സച്ചിയുടെ പിന്നാലെ ഓടി ചെല്ലുകയാണ്. സച്ചിയേട്ടാ, എന്തിനുള്ള പുറപ്പാടാ? രേവതി, എന്നാലും അവന്മാരുടെ വായ അടക്കി നിർത്തണ്ടേ? അവരങ്ങനെയൊക്കെ പറയാനായിട്ട് കൊള്ളാവോ? അതും നമ്മുടെ അശോകങ്ങളുടെ മോളെക്കുറിച്ച് അങ്ങനെ അനാവശ്യങ്ങൾ പറയുന്നത് ഇതെല്ലാം കേട്ട് ക്ഷമിച്ചും സഹിച്ചും നിൽക്കണമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ വേണ്ട, പക്ഷേ ഇപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വഴക്കുണ്ടാക്കാനായിട്ട് പാടില്ല. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഇനിയും സച്ചേട്ടന് അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനത് വല്ലാത്തൊരു വിഷമവും. അപ്പോൾ ഈ കല്യാണം നമ്മൾ നല്ല രീതിയിൽ നടത്താനല്ലേ ഇങ്ങോട്ട് വന്നത്, അപ്പോൾ കുളം കലക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, അവർ തല്ലുപിടിക്കാനൊന്നും ആയിരിക്കില്ല വന്നത്, അവരോട് സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നേക്കാം. വേണ്ട, ഒരു സംസാരവും വേണ്ട. അവർ സച്ചിയേട്ടനെ വിളിച്ചിരിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം അവരുടെ ഒരു രീതി എനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവർ വന്നിരിക്കുന്നതെന്നൊക്കെ പറയണം. സച്ചിയേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് പോകുന്നു? വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലോട്ട് പോകും. അടുക്കളയിലോട്ട് പോയിട്ട് സച്ചിയേട്ടാ ഇവിടെ ഇരുന്നാൽ മതി സച്ചിയേട്ടൻ, കാരണം ഇവിടെ സംസാരിച്ചിരിക്കാനും സച്ചിയേട്ടൻ കുറച്ച് ടൈം പാസ്സായ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവരോട് ഒന്ന് രണ്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഈ കിച്ചണിലിരിക്കാനോ? കിച്ചണിൽ ഇപ്പം ഇരുന്നെന്ന് വിചാരിച്ചു എന്താ കുഴപ്പം? ഇനി അവർ പോകുന്നത് വരെ സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കുക. അവരെ സച്ചിയേട്ടൻ്റെ കൺമുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ നന്നായിട്ട് പിടിച്ച് വീക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് പേടിയാണ് സച്ചിയേട്ടാ. ഈ ഒരു പ്രോഗ്രാം കഴിയുന്നത് വരെ നമുക്ക് ഒരു പ്രശ്നത്തിനും പോകാൻ നിൽക്കരുത്. നമ്മുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണമല്ലേ, ഒരു കണക്കിനല്ലേ ഈ കല്യാണമൊക്കെ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് സച്ചിൻ ഇവിടെ ഇരുന്നാമോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഇരുത്തിയിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ്. സമയം തന്നെ നമ്മുടെ രവി വരികയാണ്. അപ്പോൾ രവിയോട് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. സമയം തന്നെ ബീരാനിക്കൊക്കെ ആകെ ടെൻഷനായി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. വർഷ വരികയാണ്. വർഷയോട് മോളല്ലേ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആദ്യം നല്ല രീതിയിൽ തന്നെ ഡബ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ക്യാരക്ടറാണ്, നല്ല സംഭാഷണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. ശ്രുതിയൊക്കെ ആകെ ടെൻഷൻ അടിച്ച് അപ്പോൾ ശ്രുതി പറയാണ്, കണ്ടില്ലേ അവന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഓരോ സ്ഥലത്തും ഇങ്ങനെ നടക്കുകയാണ്, ഒരു സമയത്തും സമാധാനം ഇല്ലാതെ വരികയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ ബീരാനാണെങ്കിൽ ബീരാനെ കാണിക്കുകയാണ്. അപ്പോൾ ബീരാൻ ഈ ചെമ്പിൻ്റെ അടിയിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ബീരാൻ്റെ ചെമ്പിൻ്റെ മേളിൽ കയറിയിരുന്ന് ഇങ്ങനെ ഒരാൾ ഫോൺ ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ബീരാനാണെങ്കിൽ ഇവരെന്താ ഫോൺ ചെയ്ത് എണീറ്റ് പോകാനുള്ള സമയമായില്ലേ, ഇവരെന്താ കാണിച്ചു കൂട്ടുന്നത്? എടാ ഒന്ന് എണീക്കടാ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ കേൾക്കുന്നില്ല. മോളെ ശരി കേട്ടോ മോളെ, അച്ഛൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അവിടെ നിന്ന് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ചെമ്പിൻ്റെ അടിയിൽ നിന്ന് ടപ്പട്ടപ്പട്ടാന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതാരായത് എന്നിങ്ങനെ ചോദിക്കുക. അല്ല ബീരാൻ എവിടെ? ബീരാൻ എവിടെയെന്ന് അറിയില്ല. എടാ ഞാനിവിടെ ഉണ്ടാ. അതെവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? എടാ ഈ ചെമ്പൊന്ന് പൊക്കടാ, ഞാനിതിൻ്റെ അടിയിൽ ഉണ്ടാ. അങ്ങനെ ആ ചെമ്പ് പൊക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ബീരാൻ അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. ഇത് കണ്ട ഇവർ ചോദിക്കുകയാണ്, ഇതെന്താണ് ബീരാനിക്ക, നിങ്ങളെന്താണ് ഇതിൻ്റെ അടിയിൽ കയറിയിരിക്കുന്നത്? അത് പിന്നെ മട്ടനും ചിക്കനൊക്കെ വേവിക്കുകയല്ലേ, ആ സമയത്ത് എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടി. നന്നായി, ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി പുറത്തിറങ്ങിയാൽ നന്നായി, അല്ലെങ്കിൽ നിങ്ങളിട്ട് ചിക്കനാണ് മട്ടനാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളടുത്ത് കറി വെച്ചാൽ ഒന്ന് പോയി വിടുന്നു, ചുമ്മാ തമാശ പറയാതെ എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് സച്ചി നേരെ വീണ്ടും അടുക്കളയിലോട്ട് വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്കും ബീരാൻ പേടിച്ച് വിറച്ച് എൻ്റെ ദൈവമേ അവൻ വീണ്ടും ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഒളിക്കുക. അപ്പോൾ നമ്മുടെ വർഷയെ കാണിക്കുകയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് ചേച്ചി ഇങ്ങ് വന്നേച്ചി, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അതെ ഞാൻ ഗ്രീൻ റൂം വരെ ഒന്ന് പോയിട്ട് വരട്ടെ. എന്താ ചേച്ചി വല്ല മേക്കപ്പ് ചെയ്യാനാണ്? അല്ലടി എനിക്ക് ഇന്ന് വാഷ്റൂമിൽ പോകാനാണ്, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ.
എന്ന് പറഞ്ഞോട് നമ്മുടെ രേവതിയാണെങ്കിൽ ഗ്രീൻ റൂം ലക്ഷ്യമാക്കി പോവാണ്. അപ്പോൾ ഈ സച്ചി അടുക്കളയിൽ ഇരിക്കുന്നത് കൊണ്ട് ബീരാനിക്കൊക്കെ ആകെ ടെൻഷനാണല്ലോ. അപ്പോൾ ബീരാനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്കൊന്ന് ഗ്രീൻ റൂമിൽ കയറി ഇരിക്കാം എന്ന് പറഞ്ഞ് ബീരാനിക്ക് നേരെ ഗ്രീൻ റൂമിലേക്ക് പോവാം. അങ്ങനെ പോയി ആ ഫോണൊക്കെ അവിടെ വെച്ച് ഒന്ന് സമാധാനത്തോടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുക. ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരാണ് ബാത്റൂമിൽ? ദൈവമേ, ഇവിടെ വന്നപ്പോഴും പണി പാളിയോ? ഇനി ശ്രുതിയുടെ വീട്ടുകാർ വല്ലതും ആയിരിക്കോ? ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അപ്പോൾ പാലുറങ്ങുന്ന ശബ്ദം കേൾക്കുക. ഉടനെ തന്നെ ആ കട്ടിൻ്റെ ഇടയിലേക്ക് കയറി ഒളിക്കുക ബീരാൻ. അപ്പോൾ രേവതി ഇറങ്ങി വരുന്നത്. അപ്പോൾ രേവതിയാണെങ്കിൽ കണ്ണാടി നോക്കി ഒന്ന് സാരിയൊക്കെ സെറ്റാക്കിയിട്ട് അപ്പോൾ രേവതിയെ കാണുകയാണ് ബീരാൻ. ദൈവമേ, ഇവളുടെ കൺമുന്നിലെങ്ങാനും പെട്ടുപോയിരുന്നെങ്കിൽ എൻ്റെ ആപ്പീസ് പൂട്ടിയാനായിരുന്നു. ഏതായാലും അവളുടെ കൺമുന്നിൽ പെട്ടില്ലല്ലോ, അത് തന്നെ വളരെയേറെ സമാധാനമായി എന്ന് ബീരാൻ ഇങ്ങനെ പറയാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് നോക്കുമ്പോൾ ആ ടേബിളിൻ്റെ പുറത്ത് ഒരു ഫോൺ ഇരിക്കുന്നത് കാണുക. അയ്യോടാ, ഇതാരുടെ ഫോണാണ്? ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയോ? കഷ്ടമായി പോയല്ലോ. ഇനി ഒരു ഫോൺ തപ്പി നടക്കേണ്ടി വരില്ലേ? ശരി, ഇത് ആരുടെയും കയ്യിലേക്ക് ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ബീരാൻ്റെ ഫോൺ എടുത്തിട്ട് നമ്മുടെ രേവതി പോവാം. അപ്പോൾ ബീരാനാണെങ്കിൽ ദൈവം എൻ്റെ ഫോൺ എടുത്തിട്ടാണ് അവൾ പോയത്. ഇനി ഞാൻ ആ ഫോണിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ഒരു പെണ്ണ് കാരണം മനുഷ്യനൊരു മനസമാധാനം ഇല്ലല്ലോ. ഒരു നാടകം കളിക്കാനായിട്ട് പോയി അഭിനയ മോഹമുള്ളത് കൊണ്ട് ഒരു കുഴി ചെന്ന് ചാടുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ തലയിലായി എല്ലാം. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പെങ്ങളുടെ കല്യാണമായിട്ട് പോലും ഒന്ന് ആസ്വദിക്കാൻ പോലും പറ്റുന്നില്ല. ടെൻഷൻ അടിച്ച് മനുഷ്യൻ പണ്ടാരം അടങ്ങി എന്നിങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ രേവതി നേരെ സച്ചിയുടെ കൊണ്ട് കൊടുക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വരുന്നത്. ഈ സമയം തന്നെ അടുക്കളയിലാണെങ്കിൽ സച്ചി ആണെങ്കിൽ ഇലയിടുന്ന് തൂക്കുക. ഇല തൂത്ത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരാളോട് പറയടാ, എടാ അതെടുത്തുകൊണ്ട് വന്ന്. അപ്പം ഇയാൾ സച്ചി ഏൽപ്പിക്കണം, എടാ അതെടുത്തുകൊണ്ട് വന്ന്. അങ്ങനെ സച്ചി പറയുന്ന പോലെ അനുസരിച്ച് അതെടുത്തുകൊണ്ട് വന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എടാ മറ്റേതെടുത്തുകൊണ്ട് വന്ന്. അതേപോലെ തന്നെ സച്ചിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴും സച്ചി അത് തന്നെ ചെയ്യാം. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും എടാ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ആ ബക്കറ്റുകളെല്ലാം തേച്ച് കഴുകി വെക്കാനുണ്ടറാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ സച്ചി ഏൽപ്പിക്കുകയാണ്. എടാ നീ ഇല തുടച്ചത് മതി, ഇനി പോയി ആ ബക്കറ്റുകളെല്ലാം കഴുകി വെക്കും. ഇത് കേട്ട് സച്ചിക്ക് കാലി വരികയാണ്. സച്ചി പിന്നീട് അവിടെ പിടിച്ചു നിന്നില്ല. എന്താടാ നോക്കുന്നത്? എടാ പോയി ബക്കറ്റൊക്കെ കഴുകി വെക്കാൻ. നീ കുറേ നേരം അയലോടെ കിടന്ന് ഭരിപ്പിക്കാൻ നിൽക്കുന്നത്. നീ ആരോടാണ് ഈ പറയുന്നത്? ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ എൻ്റെ നെഞ്ചത്ത് കയറുന്നല്ലേ? നീ എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് തീരുമാനിച്ചതല്ലേടാ? എടാ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ കസാര എന്നിട്ട് അടിക്കാനായിട്ട് പോകും. അപ്പോഴാണ് രേവതി കയറി വരുന്നത്. രേവതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ വഴക്കാം. ദൈവമേ, ഇങ്ങേർക്ക് ഇതേ തൊഴിലുള്ളോ? എവിടെ പോയാലും വഴക്കാണല്ലോ. സച്ചിയേട്ടാ, എന്താ സച്ചിയേട്ടാ ഈ കാണിക്കുന്നത്? രേവതി പിന്നെ ഇവരെ എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുവാന്നേ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കും തോറും ഇവരെന്നെക്കൊണ്ട് ഓരോ ജോലികളും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കിതൊക്കെ സഹിക്കാനായിട്ട് പറ്റുമോ രേവതി? നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സച്ചിയേട്ടാ ഇങ്ങോട്ട് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സച്ചിയെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ ഇത് കണ്ടോ സച്ചിയേട്ടാ, ഒരു ഫോൺ എനിക്ക് കിട്ടി. ഞാനേ ഗ്രീൻ റൂമിൽ പോയതാണ്, വാഷ്റൂമിൽ പോയതാണ്. അപ്പോൾ ഒരു ഫോൺ ഇരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ആരുടെയാണെന്ന് ഒരു പിടുത്തൂല സച്ചിയേട്ടാ. ഇത് സച്ചിയേട്ടൻ പിടിക്കുക. എൻ്റേത് എന്നിട്ട് എന്താ കാര്യം രേവതി? ഇത് ആരുടെ ഫോണാണെന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ ആളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സച്ചിയേട്ടാ ഇതിപ്പോൾ ആരുടെ കയ്യിൽ കൊടുക്കാതെ ഒരു മനസ്സമാധാനം ഇല്ലല്ലോ. ഷേടാ ഇതിപ്പോൾ ആരുടെ ഫോണായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കാം. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ആരുടെ ഫോണായിരിക്കും? ഇത് ആരാണെങ്കിലും അറിയണ്ടേ? നമുക്കിപ്പോൾ ആരുടെ കയ്യിലാണെന്ന് ഏൽപ്പിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ ബിരാൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ ബിരാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. മേളിൽ ശ്രുതിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ കൂടി വരിക. അങ്ങനെ ബിരാൻ്റെ ഫോണിലേക്ക് കോൾ കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ എടുക്ക്. ചിലപ്പോൾ അയാളുടെ ഫോൺ എടുത്താൽ നമുക്ക് ഇത് ആരാണെന്ന് മനസ്സിലാകുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ആരാണെന്ന് ചോദിക്കാമല്ലോ. ശരി, നീ പറഞ്ഞ ശരിയാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ എടുക്കുകയാണ്. എടോ ബീരാനെ, അതെ അടുത്ത പ്രാവശ്യം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഞങ്ങൾക്കൊരു 10 കിലോ മട്ടൺ വേണം എന്ന് പറയണം. അയ്യോ ഞാൻ ബീരാനല്ല, സച്ചിയാണ്. ഞാൻ ബീരാൻ്റെ ഫോണിലേക്കാണല്ലോ വിളിച്ചത്. പിന്നെ എങ്ങനെ സച്ചിയായി? അയ്യോ ചേട്ടൻ പറഞ്ഞ സത്യമൊക്കെ തന്നെയാണ്. ഈ ബീരാൻ ആരാണ്? അതെ ഞങ്ങൾക്ക് ഈ ഫോൺ ഇവിടെ നിന്ന് കിട്ടിയതാണേ. അപ്പോൾ ഈ ഫോൺ ആരുടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ്റെ വിളി. അപ്പോൾ ചേട്ടനല്ലേ പറഞ്ഞ ബീരാൻ്റെ ഫോണാന്ന്. അപ്പോൾ ഈ ബീരാൻ ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഇപ്പം നിങ്ങളുള്ള കല്യാണ വീട്ടിലല്ലേ, ആ കല്യാണ ചെറുക്കൻ്റെ അമ്മാവനാണ് എന്നും പറയുകയാണ്. അമ്മാവനോ? അതേന്നേ അമ്മാവനാ. അമ്മാവൻ്റെ പേരാണ് ബീരാൻ. നിങ്ങൾ അമ്മാവനെ തിരക്കിയാൽ മതി, ആരോട് ചോദിച്ചാലും ബിരാൻ ആരാണെന്ന് പറഞ്ഞു തന്നോളൂ എന്ന് പറയുക. അങ്ങനെ ശരി എന്തേ താങ്ക്സ് ചേട്ടാന്ന് പറഞ്ഞോണ്ട്. അതെ ഇത് ബീരാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഫോണാണ്.
ഇവിടെ ചെക്കൻ്റെ അമ്മാവനെന്നാ പറയുന്നത്. ആണല്ലേ? അപ്പോൾ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അങ്ങനെ ഒരാളോട് ചോദിച്ചപ്പോഴേ അതെ ഈ ബീരാൻ അറിയാം. ആ ബീരാൻ അറിയാലോ, ഇവിടുത്തെ കല്യാണ ചെറുക്കൻ്റെ അമ്മാവനല്ലേ. ആ അത് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ബീരാനെ ഞങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് ആരാണെന്ന് പറയാവോ? ചേട്ടനെ അല്ലെങ്കിൽ ഈ ഫോണൊന്ന് കൊടുത്താൽ മതി. അയ്യോ നിങ്ങൾ തന്നെ കൊണ്ടേ കൊടുത്താൽ മതി, കിച്ചണിലുണ്ടാവും. ഇപ്പോൾ പരക്കമായി നടക്കുകയല്ലേ. ആ എന്നാൽ ശരി ചേട്ടാ, അന്ന് ഞാൻ ഇന്ന് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ശ്രുതി ഇതെല്ലാം കാണുക. ശ്രുതിയാണെങ്കിൽ എൻ്റെ ദൈവമേ എല്ലാം പൊളിഞ്ഞു, ഇപ്പം തന്നെ ബീരാനെ കണ്ടുപിടിക്കും, എൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കും, ദൈവം ഇതെന്തൊരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബീരാനാണെങ്കിൽ അടുക്കളയിൽ കയറി ഒളിച്ചിരിക്കുക. അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. അതെ പിന്നെ ചേട്ടാ, ഇവിടെ ബീരാൻ എന്ന് പറഞ്ഞൊരാളുണ്ടോ? പിന്നല്ലാതെ നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ അമ്മാവനല്ലേ. ബീരാനാണ് ഈ അടുക്കള ചുമതലകളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടി ഓടി നടക്കുക പാവം. ഒരു മനസ്സമാധാനം ഇല്ലാതെ നടക്കുകയാണ്. അതെ ഞങ്ങൾക്ക് ഈ ഫോൺ കിട്ടിയേ, അപ്പോൾ ഇത് ബീരാൻ്റെ ഫോണാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ഫോൺ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അതിനെന്താ, ഞാൻ കൊടുത്തോളാം ഫോൺ, എൻ്റെ കയ്യിൽ തന്നേക്ക്, ബീരാൻ വരുമ്പോൾ ഞാൻ കൊടുത്തോളാം. ചേട്ടാ ഫോൺ കൊടുക്കണേ. തീർച്ചയായിട്ടും, എന്താ പിന്നെ കൊടുക്കാതെ, ഞാൻ കൊടുക്കുമല്ലോ പറഞ്ഞിട്ട് ഫോൺ മേടിച്ചിട്ട് അവിടെ വെക്കുക. അങ്ങനെ സച്ചിൻ രേവതി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ബീരാൻ ഓടി വന്നിട്ട് അതെ ആ ഫോൺ തന്നേര്. ആ ബീരാൻ വന്നല്ലോ, എന്നാൽ ഫോൺ പിടിച്ചോ. അല്ല ഫോൺ ഇടേണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ അത് പിന്നെ ജ്ഞാനസൃഷ്ടി എന്ന് പറയുകയാണ്. ഒടുക്കത്തെ ഒരു ജ്ഞാനസൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവുക. അപ്പോൾ ബീരാനാണെങ്കിൽ എൻ്റെ ദൈവമേ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ കഷ്ണം ആയാനായിരുന്നു എന്ന് ബീരാൻ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.